we are gathered for the colorful occasion of BKF 4th edition. I am glad to be a part of this occasion. Today, we are going for the session of the quantum physics and subatomic particles and introduction. So, before this, I need to share something about the quantum physics. Okay. നമ്മളെല്ലാവർക്കും അറിയാം ക്വാണ്ടം ഫിസിക്സ് അല്ലേ. നമ്മളെല്ലാവരും ഫിസിക്സ് പഠിച്ച് വന്നവരാണല്ലേ. ഇപ്പോൾ ഈ നമുക്കെല്ലാവർക്കും ക്ലാസിക്കൽ ഫിസിക്സ്, നമ്മൾ പഠിച്ചതൊക്കെ ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. ഇപ്പോൾ ഈ ക്വാണ്ടം ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും തമ്മിൽ എന്താ ഡിഫറൻസ്? അത് എല്ലാവർക്കും വരുന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ആ ക്വാണ്ടം ഫിസിക്സിനെ ക്ലാസിക്കൽ ഫിസിക്സിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതിനു മുമ്പ് ക്വാണ്ടം ഫിസിക്സിൽ ഈ ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഓഫ് എനർജി, അതായത് ഊർജത്തിൻ്റെ ഒരു ചെറിയ ഘടകമാണ്. അപ്പോൾ ഈ ഫിസിക്സിൽ ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും ഭയങ്കര ഡീവിയേഷനാണ്. ഈ ക്ലാസിക്കൽ ഫിസിക്സിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ക്വാണ്ടം ഫിസിക്സിൽ ശരിയല്ല, ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിൽ ശരിയല്ല. അതിൽ വലിയ ഡീവിയേഷൻ തന്നെ ഉണ്ട്. ഈ ക്വാണ്ടം ഫിസിക്സ് മെയിനായിട്ട് ഉള്ളത് സബ് പാർട്ടിക്കിൾസ്, അഥവാ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഈ ക്വാണ്ടം എന്ന് പറഞ്ഞില്ലേ ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഓഫ് എനർജിന്ന്. നമ്മൾ ഈ ഇപ്പോൾ ഇലക്ട്രിസിറ്റിൻ്റെ ക്വാണ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ, അതേപോലെ നമ്മളെ ലൈറ്റിൻ്റെ ക്വാണ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോൺ. ഈ ക്വാണ്ടം ഫിസിക്സിന് ഭയങ്കര റെലവൻസ് ഉണ്ട്. 18th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ ഡിസ്കവറി നടന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്ന എക്സ്പെരിമെൻറ്റിൽ വെച്ചിട്ടാണ് ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു ഡിസ്കവറി തന്നെ ഉണ്ടായത്. ആ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഡിസ്കവറിക്ക് ശേഷം ഒരുപാട് അപ്ലിക്കേഷൻസ് ഇപ്പോഴത്തെ ടെക്നോളജിയിലുണ്ട്. ഒന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ക്യാൻസർ തെറാപ്പി, നമുക്കറിയാം കീമോതെറാപ്പി ഒക്കെ അറിയാലോ. അതുപോലെ തന്നെയാണ് ഈ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചിട്ട്, ഈ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് ബയോമെഡിക്കൽ അപ്ലിക്കേഷൻസ് ഉണ്ട്, ഇലക്ട്രോണിക്, എയറോസ്പേസ്, എല്ലാത്തിലും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിനു മുമ്പ് ഈ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അയാൾ അറിയണം. ആദ്യത്തെ ഒന്നാണ് പാർട്ടിക്കിൾ നേച്ചർ, അതായത് ഡ്വൽ നേച്ചർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയും. പാർട്ടിക്കൾക്ക് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. സെക്കൻഡ് ഒന്ന് സൂപ്പർ പൊസിഷൻ എന്ന് പറയും. മൂന്നാമത്തത് പാർട്ടിക്കിൾ എൻടാങ്കിൾമെൻറ്റ്. ഇനി നമ്മളെല്ലാവർക്കും ഈ ഇത്രയും കോംപ്ലക്സ് ആയി നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് മിസ്റ്റർ ഫായിസ് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കും. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ ബിറിദ്ദില്ലാഹ്. അമ്മാ ബഅദ്. ക്വാണ്ടം ഫിസിക്സ് സബാറ്റോമിക് വേൾഡിനൊരു ആമുഖം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ പറയുകയാണ്. പ്രധാനമായിട്ടും വളരെ വ്യത്യസ്തമായ മേഖലയായതുകൊണ്ട് ടെർമിനോളജികൾ അതേ രൂപത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അവലോകനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ക്വാണ്ടം ഫിസിക്സ് അതല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്നതിൻ്റെ പദാനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ തുടങ്ങാം. മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റുകളുടെ ചലനം അതല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ പോലെയുള്ള കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന പഠനശാഖയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ക്വാണ്ടം പാർട്ടിക്കിളുകളുടെ അതല്ലെങ്കിൽ ക്വാണ്ടത്തിൻ്റെ ചലനങ്ങളെയും അതിൻ്റെ ബിഹേവിയറിനെയും കുറിച്ച് പഠിക്കുന്ന പഠനശാഖ എന്ന് നമുക്ക് വീക്ഷിക്കാം. യഥാർത്ഥത്തിൽ ഫിസിക്സിനെ 2 ഭാഗമായിട്ടാണ് ഈ ഒരു ക്വാണ്ടം ഫിസിക്സിൻ്റെ പഠനം കടന്നു വരുന്നതോടുകൂടി മാറിയിട്ടുള്ളത്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന ഒരു ശാഖയും ക്വാണ്ടം ഫിസിക്സ് എന്ന മറ്റൊരു ശാഖയുമായിട്ട് 2 ഏരിയ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രൂപത്തിലാണ് 1800കളുടെ ആദ്യഘട്ടത്തിൽ ഈ ക്വാണ്ടം ഫിസിക്സ് വരുന്നതോടുകൂടി ഭൗതികശാസ്ത്രത്തിന് സംഭവിക്കുന്നത്. ക്വാണ്ടം എന്ന് പറയുമ്പോൾ ഒരു ഊർജത്തിൻ്റെ, എനർജിയുടെ ഏറ്റവും ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഊർജത്തിൻ്റെ അളവിനെയാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. അതിൻ്റെ സിംഗുലർ വേർഡിൽ ക്വാണ്ടം എന്നും പ്ലൂരലായിട്ട് പറയുകയാണെങ്കിൽ
അഥവാ ബഹുവചനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാണ്ട എന്നും അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആമുഖ ഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ കാണ്ഡം എന്ന് പറയുമ്പോൾ ഒരു വിശാലമായ മരുഭൂമിയെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാണ്ഡം എന്ന് പറയുന്നത് മണൽത്തരികളാണ്. അഥവാ ആ ഒരു അത്രയും വലിയ ക്വാണ്ടിറ്റിയുടെ ഏറ്റവും ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എമൗണ്ടിനെ പറയുന്ന പേര്. ഈ കാണ്ഡം എന്ന വേർഡ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ലാറ്റിൻ ഭാഷയിൽ അതിന് എമൗണ്ട് എന്ന അർത്ഥത്തിലൊക്കെയുള്ള യൂസേജാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ക്ലാസിക്കൽ ഫിസിക്സ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. അഥവാ പാർട്ടിക്കിളുടെ ചലനത്തിൻ്റെയും അതിൻ്റെ ബിഹേവിയറിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ തിയറിയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി അനുസരിച്ച് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയെല്ലാം നമുക്കിതിനോട് ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ്. ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പിതാവായിട്ട് ഫാദർ ഓഫ് ക്വാണ്ടം ഫിസിക്സ് എന്നറിയപ്പെടുന്നത് പ്രധാനമായിട്ടും രണ്ടാളുകളാണ്. ഒന്ന് ആധുനിക ആറ്റത്തിൻ്റെ മാതൃക മുന്നോട്ട് വെച്ച പ്രൊപ്പോസ് ചെയ്ത നീൽസ് ബോറും അതുപോലെ തന്നെ മാക്സ് പ്ലാങ്കുമാണ്. മൂന്നാമതായിട്ട് ഐൻസ്റ്റീനെ ക്വാണ്ടം ഫിസിക്സിൻ്റെ പിതാവായിട്ട് പറയുന്നുണ്ട്. കാരണം ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലൂടെ മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ പിൻബലത്തിലാണ് മൂന്നാമത്തെ പിതാവെന്ന് ഐൻസ്റ്റീനെ ക്വാണ്ടം ഫിസിക്സിന് വിശേഷിപ്പിക്കുന്നത്. ഏതൊരു ഫിസിക്സിലെ പ്രതിഭാസത്തെ നാം എടുക്കുകയാണെങ്കിലും ഫിസിക്സിൻ്റെ ഭാഷയിലുള്ള ഒരു മാത്തമാറ്റിക്കൽ തിയറിയും അതുപോലെ തന്നെ ഒരു കൺസെപ്ഷണൽ തിയറിയും ഉണ്ടാകും. അഥവാ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുണ്ട് അതിനെ വിശദീകരിക്കുന്ന ഒരു ഭാഗവും മാത്തമാറ്റിക്കലി അതിനെ ഡിറൈവ് ചെയ്ത അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഭാഗവും ഏതൊരു തിയറിക്കും ഫിസിക്സിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ക്വാണ്ടം ഫിസിക്സിൻ്റെ കൺസെപ്ഷൽ സൈഡ് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ രീതിയിലുള്ള ഒരു അവതരണമായതുകൊണ്ട് മാത്തമാറ്റിക്കൽ സൈഡ് പറയുന്നത് എത്രത്തോളം പോസിബിളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പ്രധാനമായിട്ടും കൺസെപ്ഷണൽ തിയറി കൺസെപ്ഷ്യൽ സൈഡ് പറയുമ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. 1801 തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് നടപ്പിൽ വരുത്തിയത്. ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പഠനങ്ങൾക്ക് വഴിവെച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം. അഥവാ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറയാം. പ്രകാശത്തിൻ്റെ ഏറ്റവും ഡിസ്ക്രീറ്റ് എമൗണ്ട്, പ്രകാശത്തിൻ്റെ ക്വാണ്ടം എന്ന് പറയാം. പ്രകാശത്തിൻ്റെ ക്വാണ്ടമാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഈ ഫോട്ടോണിനെ 2 സ്ലിറ്റുകൾക്കിടയിലൂടെ കടത്തിവിടുന്ന എക്സ്പെരിമെൻ്റാണിത്. മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയും. അഥവാ ഒരേ വേവ് ലെങ്ത്തും ഒരേ ഫേസുമുള്ള ഒരു ലൈറ്റിനെ 2 സ്ലിറ്റുകൾക്കിടയിലൂടെ കടത്തിവിടുമ്പോൾ അതിന് ഒരു സ്ക്രീനിൽ പതിപ്പിച്ച് അതിലുണ്ടാകുന്ന റിസൾട്ടുകളുടെ ബേസിൽ കൺക്ലൂഷൻ എത്തിച്ചേർന്ന ഒരു പരീക്ഷണമാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതിൽ തോമസ് യങ് പ്രധാനമായിട്ടും ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് 2 സ്ലിറ്റുകളിലൂടെ കടത്തിവിടുകയും ആ ലൈറ്റിനെ ശേഷമുള്ള ഒരു സ്ക്രീനിൽ പതിപ്പിക്കുകയും ചെയ്തു. ആ റിസൾട്ട് നാം ഈ ഫോട്ടോണുകളെ അഥവാ ലൈറ്റിനെ ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് പാർട്ടിക്കിളാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അതല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് ലൈറ്റിനെ പാർട്ടിക്കിൾ നേച്ചറാണ് എന്ന് കൺസിഡർ ചെയ്ത് നാം ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ 2 സ്ലിറ്റുകളിലൂടെ കടന്നുപോയ ഫോട്ടോണുകൾ
ആ സ്ലിറ്റുകൾക്ക് പാരലായിട്ട് ആ സ്ക്രീനിൽ പോയി 2 ബമ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നിരീക്ഷിച്ച സമയത്ത് ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് ആ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത്. ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ലൈറ്റ് പരസ്പരം മിങ്കിൾ ചെയ്യുമ്പം അവക്കിടയിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്നതിനെയാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അഥവാ ഇതിന് നാം ലൈറ്റിനെ വേവ് നാച്ചർ ഉണ്ട് എന്ന കൺസിഡറിൽ പരിഗണിക്കുമ്പോൾ മാത്രമേ ഈ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം വേവ് നാച്ചർ എന്ന് പറയുമ്പോൾ തരംഗ സ്വഭാവം. നാം ഒരു കുളത്തിലേക്ക് കല്ലെടുത്തിട്ട് 2 കല്ലുകൾ ഒരേ സമയം ഇടുക എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ 2 കല്ലുകളും ക്രിയേറ്റ് ചെയ്യുന്ന വേവ് തരംഗങ്ങൾ ചില സ്ഥലത്ത് പരസ്പരം 2 ക്രസ്റ്റുകൾ അഥവാ തരംഗത്തിന് ഒരു ഉന്നതിയും ഒരു താഴ്ന്ന ഭാഗവും ഉണ്ടാവും. അതിന് ക്രസ്റ്റ് ട്രഫ് എന്ന് പറയും. അതിൽ 2 ക്രസ്റ്റുകൾ കൂടിച്ചേർന്ന് ഒരു വലിയ ക്രസ്റ്റായിട്ടും 2 ട്രഫുകൾ രൂപപ്പെട്ട് ഒരു വലിയ ട്രഫായിട്ടും രൂപപ്പെടും. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ 2 വേവ് 2 കല്ല് ഇടുമ്പോൾ 2 വേവ് ഉണ്ടാവും. ഈ 2 വേവുകളുടെ ഒന്നിൻ്റെ ക്രസ്റ്റും മറ്റേതിൻ്റെ ട്രഫും കൂടിച്ചേരുന്ന സ്ഥലത്ത് അവ ക്യാൻസൽ ഔട്ട് ചെയ്ത് അവിടെ വേവ് ഇല്ലാത്ത രീതിയിൽ തരംഗങ്ങൾ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ലൈറ്റിൻ്റെ ഈ എക്സ്പെരിമെൻറ്റിലും സംഭവിച്ചിട്ടുള്ളത്. ലൈറ്റ് ഈ 2 സ്ലിറ്റുകളിലൂടെയും കടന്നുപോയി ഈ 2ിലൂടെയുമുള്ള ലൈറ്റ് വേവ് നാച്ചുറിൽ പോയി അവ പരസ്പരം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഉണ്ടാക്കി എന്നാണ് ഇതിൻ്റെ റിസൾട്ടിൽ മനസ്സിലാക്കുന്നത്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ ഈ 2 ക്രസ്റ്റുകൾ ചേർന്ന് ഒരു വലിയ ക്രസ്റ്റായിട്ട് രൂപപ്പെടുന്നതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ മാത്സ് തന്നെ നമുക്ക് അറിയുന്നതല്ലേ, ഈ പ്ലസിൻ്റെയും മൈനസിൻ്റെയും ആ ഒരു ക്യാൻസൽ ഔട്ട് നമുക്ക് മാത്സിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഈ 2 വേവുകൾ തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത ഭാഗത്ത് തീരെ ലൈറ്റ് ഇല്ലാതെയും അഥവാ അവിടെ ഒരു ഡാർക്ക് സ്പോട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ക്രസ്റ്റുകൾ ചേർന്ന് വലിയ ക്രസ്റ്റ് രൂപപ്പെട്ട ആ ഭാഗത്ത് വലിയ ക്രസ്റ്റ് രൂപപ്പെട്ടത് കാരണമായിട്ട് അവിടെ ബ്രൈറ്റ് സ്പോട്ടും രൂപപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഒരു ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഒരു സ്ട്രക്ചർ. അഥവാ അതിൻ്റെ മധ്യഭാഗത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ടുകൾ, ഇടവിട്ട് ഡാർക്കായിട്ടുള്ള സ്പോട്ടുകളും കാണാൻ കഴിയുന്നു. ഇതേ എക്സ്പെരിമെൻ്റ് തോമസ് യങ് ഇലക്ട്രോണുകളെ വെച്ച് ചെയ്തു നോക്കിയപ്പോൾ, അഥവാ ഫോട്ടോണുകളുടെ സ്ഥാനത്ത് ഇലക്ട്രോണിനെ പാസ് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചോ. ഒരു ഇലക്ട്രോൺ ഗണ്ണുപയോഗിച്ച് ഫോട്ടോണുകളുടെ സ്ഥാനത്ത് ഇലക്ട്രോണിനെ പാസ് ചെയ്യിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആറ്റത്തിൻ്റെ ഉള്ളിലെ ഒരു കണികയാണ് ഇലക്ട്രോൺ എന്ന് നമുക്കെല്ലാം അറിയുന്നതാണ്. എന്നാൽ ഇലക്ട്രോണിനെ വെച്ച് ഈ പരീക്ഷണം ചെയ്ത സമയത്തും ഇതേ റിസൾട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അഥവാ ഇൻ്റർഫറൻസ് പാറ്റേൺ രൂപപ്പെടുത്തിയിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പോൾ ഇലക്ട്രോണിനെയും വേവ് നാച്ചർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് കൺക്ലൂഷനിലെത്താൻ കഴിയുള്ളൂ. എന്നാൽ വളരെ വ്യത്യസ്തമായൊരു റിസൾട്ടാണ് ഈ ഇലക്ട്രോണുകളെ പാസ് ചെയ്യിപ്പിക്കുന്ന ആ സ്ലിറ്റിനടുത്ത് ഒരു ഡിറ്റക്ടർ വെച്ചു. ആ സമയത്ത് ഡിറ്റക്ടർ വെച്ച സമയത്ത് ഇലക്ട്രോണുകൾ സ്ലിറ്റുകളിലുള്ളിലൂടെ പോയി അവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ രൂപീകരിക്കുന്നില്ല. വളരെയധികം അതിശയോക്തി നിറഞ്ഞ കാര്യമാണ് തന്നെ.
എന്താണെന്ന് നാം ഒരു ഇലക്ട്രോണിനെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്ന സമയത്ത് ആ ഇലക്ട്രോൺ അതിൻ്റെ പാർട്ടിക്കിൾ നാച്ചറും, നാം അതിനെ നിരീക്ഷിക്കുന്നില്ല എന്ന സമയത്ത്, നിരീക്ഷിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വേവ് നാച്ചറും കാണിക്കുന്നു എന്ന വളരെയധികം വൈരുദ്ധ്യപരമായ ഒരു റിസൾട്ടാണ് ഈ പരീക്ഷണത്തിലൂടെ തോമസ് യങ്ങിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തോമസ് യങ് 1801 അഥവാ 1800 ആദ്യകാലങ്ങളിലാണ് തോമസ് യങ് ഈ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. തുടർന്ന് ഏകദേശം 100-ലധികം വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. എന്നാലും ഇതിൻ്റെ ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് ഇതിൻ്റെ വളർച്ച ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ക്വാണ്ടം ഫിസിക്സ് നിലവിൽ പ്രവർത്തിക്കുന്നത്, അതല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷനുകൾ നിലവിൽ സാധ്യമാക്കുന്നത് നാം ഫോൺ യൂസ് ചെയ്യുന്നൊക്കെ പോലെയാണ്. അഥവാ ഫോണിൻ്റെ അടിസ്ഥാന വർക്കിംഗ് എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും, ഫോണിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിലും, ഫോണിൻ്റെ ഉപയോഗത്തെ, അതല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതുപോലെ ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിലെന്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയാതെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു മേന്മയായിട്ട് പറയുന്നത്. ഞാൻ ശേഷം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അത് വളരെയധികം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഒരു പ്രതിഭാസത്തെ തോമസ് യങ് മുന്നോട്ട് വെച്ച സമയത്ത് ധാരാളം ഇൻ്റർപ്രിട്ടേഷനുകൾ, വ്യാഖ്യാനങ്ങൾ ഇതിനെ ചൊല്ലി നിലവിൽ വന്നു. അഥവാ ഓരോരുത്തരും ഇതിനെ മനസ്സിലാക്കുന്ന സമയത്ത് അതിൽ നിന്ന് രൂപപ്പെടുന്ന വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യാഖ്യാനം രൂപീകരിക്കുക എന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുകൾ വന്നത്. അതിനാൽ തന്നെ ധാരാളം ഇൻ്റർപ്രിട്ടേഷനുകൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ വർക്കിങ്ങിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ നീൽസ് ബോർ, മാക്സ് പ്ലാങ്ക് പോലെയുള്ള, പൊളോഡ്സ്കി പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ച ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. കോപ്പൻഹേഗൻ എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ നീൽസ് ബോർ ജനിച്ച് വളർന്ന നാടിൻ്റെ പേരാണ്, ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഈ ഇൻ്റർപ്രിട്ടേഷന് നൽകിയിട്ടുള്ളത്. കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഈ ഫോട്ടോണുകളും ഇലക്ട്രോണുകളും, നാം പരീക്ഷണത്തിന് വിധേയമാക്കിയ ഫോട്ടോണുകളും ഇലക്ട്രോണുകളും ഈ സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണെന്നും, അഥവാ പാർട്ടിക്കിളും വേവും അല്ലാത്ത രണ്ടും കൂടി മിശ്രിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണെന്നും, നാം വീക്ഷിക്കുന്ന സമയത്ത് അവ പാർട്ടിക്കിൾ നാച്ചർ കാണിക്കുന്നു എന്നുമാണ് കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഇതിനെ അവർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം മെത്തേഡുകളും അതിന് അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ രൂപീകരിക്കാനും ധാരാളം വേരിയേഷൻസ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കണികയുടെ ക്വാണ്ടം സ്റ്റേറ്റിന് മാറ്റം വരുത്തുമ്പോൾ അവ തമ്മിൽ എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള ഒരു കൂട്ടമോ ഒരു ജോഡിയോ കണികകൾക്കിടയിൽ അതേ മാറ്റം ആവർത്തിക്കുന്നു, അതല്ലെങ്കിൽ ഇതിന് പ്രതിരൂപമായ രീതിയിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അഥവാ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ നാം പരിഗണിക്കുകയാണെങ്കിൽ ഓരോ ആറ്റത്തിനും, ഇപ്പം നമുക്കെല്ലാം ഓരോ ഐഡൻറ്റിറ്റി ഉള്ളതുപോലെ ഓരോ ആറ്റങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്.
സ്പിൻ ക്വാണ്ടം നമ്പർ, അതുപോലെ തന്നെ വേറെയും ക്വാണ്ടം നമ്പറുകളുണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇതുവരെ ധാരാളം ക്വാണ്ടം നമ്പറുകൾ ഈ ഇലക്ട്രോണിൻ്റെ ഐഡൻറ്റിറ്റിയായി പറയുമ്പോൾ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും ഒരു ഇലക്ട്രോണിന് സെയിം ആയി വന്നാലും സ്പിൻ ക്വാണ്ടം നമ്പർ ഓരോ ഇലക്ട്രോണിനും മാറ്റം വരുന്നു എന്നത് ഓരോ ഓർബിറ്റൽ കോൺഫിഗറേഷനെ പരിഗണിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ ഹൈബ്രിഡൈസേഷൻ്റെ സമയത്തും ഒരു പെയറിലുള്ള ഇലക്ട്രോണുകൾ തമ്മിൽ പോലും സ്പിൻ ക്വാണ്ടം നമ്പറിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം പരസ്പരം എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള രണ്ട് പാർട്ടിക്കിളുകളെ, രണ്ട് കണികകളെ, ഒന്നിനെ നമ്മുടെ ഭൂമിയിലും ഒന്നിനെ 4 പ്രകാശവർഷം വിദൂരതയിലുള്ള പ്രോക്സിമോ സെഞ്ചുറി എന്ന സ്റ്റാറിലും കൊണ്ടുപോയി വെക്കാന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലുള്ള ഈ കണികയിലുണ്ടാക്കുന്ന മാറ്റം, അതല്ലെങ്കിൽ ഭൂമിയിലുള്ള ഈ കണിക ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിൻ്റെ സ്പിന്ന് എന്നുണ്ടെങ്കിൽ പ്രോക്സിമോ സെഞ്ചുറിയിൽ നാം കൊണ്ടുവച്ച ആ കണികയ്ക്ക് അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നായിരിക്കും ഉണ്ടാവുക. അഥവാ ഇത്രയും വിദൂരതയിലും ഇവ തമ്മിൽ ഒരു റിലേഷൻ കാണിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ബേസ്. യഥാർത്ഥത്തിൽ പ്രകാശ വേഗതയ്ക്ക് മുകളിൽ ഒരു ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ കണിക ഇവിടെ ഒരു മാറ്റം കാണിക്കുമ്പോൾ, അഥവാ കണികയുടെ മറ്റെന്ത് പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തിയാലും ഇവ രണ്ടിൻ്റെയും വേവ് ഫങ്ഷനുകൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നു. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പ്രകാശവേഗതയ്ക്ക് മുകളിൽ ഇത്രയും വേഗത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, അതല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഇവിടെ നടക്കുന്ന പ്രതിഭാസം ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. അപ്പം ഈ പ്രതിഭാസത്തെ വിശദീകരിക്കണമെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് തന്നെ നാം എടുക്കേണ്ടി വരും. ക്വാണ്ടം ഫിസിക്സ് മനസ്സിലാക്കാൻ മറ്റൊരു ടേം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സൂപ്പർ പൊസിഷൻ എന്നതാണ്. സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് ധാരാളം സ്റ്റേറ്റിൽ ഒരേ സമയം നിലനിൽക്കാൻ കഴിയും എന്നതാണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതിന് ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ പ്രാരംഭകാലത്ത് സാധാരണക്കാർക്ക് ഇതിനെ മനസ്സിലാക്കി കൊടുക്കാൻ നീൽസ് ബോറും മാക്സ് പ്ലാങ്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിയ സമയത്ത് എർവിൻ ഷോഡിഞ്ചർ എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ അവതരിപ്പിച്ചത്. അതിനെ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ്റെ രീതിയിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഷോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് ഗൂഗിളിലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. നാം ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഷോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെൻ്റ് ഗൂഗിളിലൊക്കെ നമുക്ക് സജസ്റ്റ് ആയി വരുന്ന ഒന്ന് തന്നെയാണ്. അഥവാ ഷോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരു പൂച്ചയെ ഒരു പെട്ടിക്കുള്ളിൽ പൂട്ടിയിട്ട് ആ പെട്ടിക്കുള്ളിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ സ്ഥാപിക്കുകയാണ്. ആ മെറ്റീരിയൽ ഡീക്കേ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50-50 ആണ്. അഥവാ നാം ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡോ ടൈലോ വരാനുള്ള സാധ്യത 50-50 ആണ്. നാം ടോസ് ചെയ്യുന്ന സമയത്ത് അവ കറങ്ങുന്ന ആ സമയത്ത് ഉള്ള അതിൻ്റെ അവസ്ഥയെയാണ് ശാസ്ത്രജ്ഞന്മാർ സൂപ്പർ പൊസിഷൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അഥവാ
ഹെഡിനും ടെയിലിനും ഇടയിലുള്ള ഒരു അവസ്ഥയിലാണ് ആ കോയിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ അവസ്ഥ തന്നെ ഈ പൂച്ചക്കും ഉണ്ടാവുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെക്കുന്നത്. അഥവാ ഷ്രോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെൻറ്റിൽ പൂച്ച അതിനുള്ളിൽ ജീവിച്ചും മരിച്ചും നിൽക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50-50 അഥവാ ഇലക്ട്രോൺ ഡീക്കേ ചെയ്യാനുള്ള സാധ്യത, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡീക്കേ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50-50 അപ്പം ഈ പൂച്ച ഒരേ സമയം ജീവിച്ചും അത് മരിച്ചും നിലനിൽക്കുന്നു എന്നാണ് ഷ്രോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ റിസൾട്ടിലെത്തിയിട്ടുള്ളത്. ഇത് വളരെ വിചിത്രമായ ഒരു പ്രതിഭാസം തന്നെയാണ്. കാരണം ഒരു പൂച്ചക്ക് ഒരേ സമയം ജീവിച്ചും മരിച്ചും നിലനിൽക്കാനുള്ള കഴിവില്ലല്ലോ. അത് നമ്മുടെ ബൗദ്ധികപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ബുദ്ധിപരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ വളരെ വിചിത്രമായ സംഭവങ്ങളാണ് ഇതുപോലെയുള്ള ക്വാണ്ടം എക്സ്പെരിമെൻറ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. ഇതുപോലെ തന്നെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് പോലെ തന്നെ ക്വാണ്ടം ഡോട്ട്, ക്വാണ്ടം ടണലിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ധാരാളം ആപ്ലിക്കേഷനുകൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പുറത്ത് വളർന്നു വന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള അല്പം ചില കാര്യങ്ങളാണ് ഉണർത്തിയിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.